അപ്പൊ മുത്തുമണികളെ അസ്സലാമലൈക്കും. അപ്പൊ എല്ലാ മുത്തുമണികൾക്ക് സുഖാണെന്നാണ് വിചാരിക്കുന്നത്. പൊന്നാരെ എന്റെ മക്കളെ പാത്തൂന് സുഖാണോ എന്ന് ചോദിച്ചാൽ വല്ല സുഖമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതി കണ്ട് പോവാണ്. പൊന്നാരെ ഇയാളെ നോമ്പായപ്പോഴാണ് ഓരോ സോക്കൾ ഇങ്ങനെ പുറത്ത് കാണാൻ തുടങ്ങിയത്. എങ്ങനെ കാണാതിരിക്കുക, രാവിലെ മുതൽ അന്ത്യമോളം പട്ടിണി എടുക്കല്ലേ. അപ്പൊ ശരീരം ക്ഷീണിക്കുമ്പോ നമുക്ക് ഓരോ രോഗങ്ങളും എപ്പോഴാണ് പുറത്തേക്ക് വരിക. പൊന്നാരെ ഇയാളെ എന്റെ ഒരു കഥ വല്ലാത്തൊരു കഥയാണ്. ഇപ്പൊ പല്ലുവേദനയാണ്, 100 പരിയാണി. ഇപ്പൊ ഈ മുഖം ആയിക്കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ കാണാത്തത്. എന്റെ മുഖം ബലൂൺ വീർപ്പിച്ച പോലെ ഉണ്ട്. ഇപ്പൊ ഒരു സൂചിപ്പിന്നായിട്ട് കുത്തിയ പൊട്ടി തെറുക്കും. അമ്മാതി വേദനയായിട്ട് നടക്കുകയാണ് പൊന്നാരെ ഇയാളെ. ഒത്തും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നോമ്പല്ലേ, ഈ പകലൊക്കെ ഞമ്മക്ക് വേദന ഒന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഓടിച്ചാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ കുടിച്ചാതെ സഹിച്ചു നടക്കുകയാണ്. അപ്പൊ പൊന്നാരന്റെ മുത്തുമണികളെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ തൊള്ളയില് പല്ലിയാത്ത അവസ്ഥയിൽ ഇപ്പൊ കുത്തിറക്കുകയാണ്. നമ്മക്ക് എന്തെങ്കിലും തിന്നണം, കടിച്ചനും കോയിന്റെ കാടൊക്കെ വലിച്ചു പൊടിച്ച് തിന്നണമെങ്കിൽ നമുക്ക് തൊള്ളയിൽ പല്ല് വേണം. ഇത് കണ്ട പല്ലൊക്കെ കൂടി പറിച്ചപ്പോ തൊള്ളയിൽ പെത്ത പല്ലുണ്ടാവുക. പിന്നെ വിചാരിക്കും എല്ലാ പല്ലും കൂടി കുത്തിയാക്കിയിട്ട് നമുക്ക് സെറ്റി പല്ലുണ്ട് വെക്കാന്ന്. സെറ്റി പല്ല് വെക്കുമ്പോഴും നമുക്ക് വേദന ഉണ്ടാവേ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ എല്ലാം കൊണ്ട് കട്ടകാലായിട്ട് കുത്തിറക്കുകയാണ്. ഇപ്പത്തെ പല്ലുവേദനയ്ക്ക് നമ്മൾ ഡോക്ടർക്ക് പോയിട്ടില്ല. എങ്ങനെ പോവുക? ഡോക്ടർക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പല്ലിനുള്ളതൊക്കെ നാളെ ക്ലീൻ ചെയ്യും, അവർക്കൊന്ന് നോക്കേണ്ടി വരും, പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേണ്ടി വരും. നമ്മൾ നോമ്പ് പറ്റുമല്ലോ, ഒന്നും നടക്കൂല. അപ്പൊ ഇനി ഏതാ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ പോവാ ചേച്ചി. പക്ഷെ ഇതിന്റെ മുന്നേ നമ്മളൊരു പല്ല് വെച്ച്, നമ്മളെ പല്ല് 2 പറിച്ചും ചെയ്ത് ഒന്ന് റൂട്ട് കനാൽ ചെയ്ത്. വല്ലാത്തൊരു കനാലാണ്. ഞാൻ വിചാരിച്ചേ നമ്മളെ തൊടൂരൊക്കെ ഉണ്ടാവൂലെ പലയിടത്തും ഈ പിന്നെ പാത്തിന് ചോട്ടൊക്കെ കനാല്, അമ്മ അതൊരു കനാലാ വിചാരിച്ചേനും. ഞാൻ വലിയ കടയിലൊക്കെ ചാടി കളിച്ച് പോയി പല്ല് പറിച്ചിട്ടല്ല അമ്മ അനുസൂനൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ പോയി. പൊന്നാരം ഇങ്ങനെ അവിടെ ചെന്നപ്പോഴല്ല അമ്മ അതൊരു കനാലാണെന്ന് ഞാൻ വിചാരിച്ചു. ബാണ്ടില്ലേനും ഞാൻ ഡോക്ടറെ തന്നെ പറയും അമ്മ അതൊരു സാധനമാണ്, ഞാൻ വരൂലേനും പൊന്നാരനെ ഡോക്ടറേന്ന് അറിഞ്ഞേനും. അപ്പൊ ഇന്നോട് ഒരു ചോദിച്ചേ എത്താത്ത നിങ്ങൾ അങ്ങനെ പറയുന്നു. ഇത് ഓലക്കമ്മത്തൊരു കനാലായ പോലെ തന്നെ എത്താപ്പോ ആ പല്ലിന്റെ ഉള്ളിലത്തെ എല്ലാം വലിച്ചെടുത്ത് വെള്ളം അടിച്ച് സമർത്തി ഓന്റെ റബിലിസത്തെ തമ്പുരാനെ വേദന ചെയ്യാത്ത പല്ല് ഒരു വേദന ആക്കി. അതിന്റെ ഉള്ളിൽ വെള്ളം അടിക്കുക ഒരു മെഷീൻ വെച്ചിട്ട്, എന്നിട്ട് അണാക്കിന് വെള്ളം വരുമ്പോ നമ്മൾ തുപ്പിക്കളയണം. ലാസ്റ്റ് അടിച്ചടിച്ചടിച്ചടിച്ച് ചോര വരലെത്തി. എന്നിട്ടുണ്ടല്ലോ നമ്മളെ സൂചിപ്പിന് ഈ പണ്ടുണ്ടാവും ചെറിയൊരു മുള്ളാനെ പോലെ സാധനം, അങ്ങനത്തെ ഒരു സൂര്യ എടുത്തിട്ട് ഇങ്ങനെ കുത്തി 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 ആക്കുക. ഓർക്ക് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ വേദന ആക്കാൻ പറ്റും അങ്ങനൊക്കെ ഒരു വേദന ആക്കുക നമ്മളെ കുത്തി 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 ഇളക്കി ഇളക്കി. അപ്പൊ ഞാൻ ചോദിച്ചു എല്ലാ ബനാജ പെത്താ കാട്ടണെന്ന് ചോദിച്ചേന്. അപ്പൊ ഇന്നോട് ഓര് പറഞ്ഞതേ പൊന്നാരന്റെ താത്ത ഒന്നും ഉണ്ടാക്കിയെടുക്കി ഇതൊക്കെ ഇങ്ങനൊക്കെ ചെയ്യണം, എന്നാലാണ് അതിന്റെ വേരും കാര്യങ്ങളൊക്കെ അറക്കാൻ പറ്റുള്ളൂ, അത്തരം ശേഷം നമുക്ക് ടോപ്പ് ഇടാൻ പറ്റുള്ളൂ എന്നൊരു പറഞ്ഞ കനാലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓന്റെ റബ്ബേ പൊന്നാരന്നെ, നമ്മളെ എന്റെ അപ്പുറത്ത് ഒരു കനാൽ ഉണ്ടാക്കിയിരിക്കണം. രാവിലെ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തെ കനാലിന്റെ പണി കഴിഞ്ഞു. ഇതിപ്പോ രാവിലെ വന്നത് ഞാന്, രാത്രി ആയാലും ഇവിടുന്ന് പോകാൻ പറ്റൂല, ഇത് അങ്ങനത്തെ കനാലാണ്, ഞാൻ വരൂലൊരു കുട്ടിയേന്ന് പറഞ്ഞു. പൊന്നാരന്റെ താത്ത അന്ന് വിചാരിക്കണ കനാലല്ല ഇതെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു അതെന്ത് കനാലാണ് ബനായെന്ന് ചോദിച്ചു. പൊന്നാരന്റെ താത്ത ഈ ഒരു സൂന എടുത്തിട്ട് ഇങ്ങനെ ഇറക്കി വേറെ അറത്തിയാലാണ് നമുക്ക് ടോപ്പ് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേദന വരൂലേന്ന്. എത്ര ബനച്ചു മനസ്സിലായില്ല. അതായത് താത്ത നമ്മളൊക്കെ ഭാഷയില് ഒരു പല്ല് ഒന്നാകണ നമ്മൾ കൊല്ലണം, അതായത് നശിപ്പിച്ച് കളയണം ആ പല്ല്. ആ പല്ല് കളഞ്ഞതിന് ശേഷം അതിന്റെ വേര് മുഴുവൻ അറുത്ത് അറിഞ്ഞ് സ്കാനൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ടോപ്പ് ഇട്ട് തരികയാണ്. അപ്പൊ ആ പല്ലുകൊണ്ട് വല്ലാണ്ട് ഉപദ്രവം ഉണ്ടാവൂല, എന്നാ പല്ലിന് പല്ല് അവിടെ ഉണ്ടാവൂന്ന് പറഞ്ഞു. ആ കിടക്കുന്നത് വീണ്ടും വണ്ണം, എന്നാലും ഏതായാലും വന്നില്ല, ഇതിന് മെനക്കെട്ട് വന്നില്ല, ഇതാണ് ചെയ്തുകൂടെ വരേന്ന് പറഞ്ഞു. കൊറേയൊക്കെ ചെയ്ത് 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 ലാസ്റ്റ് ഓന് ഒരു പണ്ടത്തെ വല്യമാരെ നമ്മൾ അടയ്ക്കുമ്പോ ഇത്തിരി 100 തിന്നൂലേ, അതേപോലെ ഒരു 100 കലക്കിയിട്ട് പോയി എന്റെ പല്ലിന്റെ ഉള്ളിലാണ് കുറേയാണ് നിറച്ചെന്ന് എന്നോട് പറഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞ് വരീന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു കുട്ടിയായിട്ട് ഇപ്പൊ ഇന്നത്തോടൊന്നും കഴിച്ചൂല, ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇനി ബസ്സിന്റെ പൈസ ഒക്കെ ചെലവാക്കിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരുമോ എന്ന് ചോദിച്ചേന്. അപ്പൊ അവൻ പറഞ്ഞു പൊന്നാൻ തത്ത അത് 1 ദിവസം കൊണ്ട് പണി തീർക്കണല്ലേ, ഇത് 3 ദിവസം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനുള്ളതാണ്, എന്നാലാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള ടോപ്പ് ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ചുരുക്കി പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളൊക്കെ പോയി ഏതായാലും ടോപ്പൊക്കെ ഇട്ട് നമ്മൾ പെരെ വന്ന് കുത്തർന്ന്. അന്നപ്പോ ചെറിയ വേദന ഒക്കെ ഉണ്ട്, വലിയ മെയിൻ്റെ ഒന്നും ചെയ്തില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും തൊട്ടിച്ച് പല്ലുവേദന വേറെ. പല്ലുവേദന വന്ന അതിന്റെ മുന്നിച്ച് വേറെ പല്ലുവേദന വന്ന് ഈ അണക്കിലുണ്ടല്ലോ നമുക്ക് ഒരു പല്ല് വരല്ലേ, ആട്ട് മുഴുവനായിട്ട് വന്നിട്ടില്ല, എന്നാട്ട് ഒരു വരൂല്ല എന്നത്തെ അവസ്ഥയിലാണ് ഒരു പല്ല് വന്നത്.
ആ പല്ല് വന്നപ്പോ ഡോക്ടറോട് ഞാൻ പറഞ്ഞാണ് വേദനോ സഹിച്ചാൻ പറ്റുക. പിന്നെ ഞാൻ ഡോക്ടർക്ക് പോയപ്പോ ഡോക്ടർ തന്നെ ഇനി വരാത്ത ഭാഗത്ത് അന്ന് കീറി കൊടുക്കണം, എന്നാലേ മുഴുവനായിട്ട് വരുള്ളൂ. എന്നാ ഇനിയിപ്പോ ഏതായാലും മുഴുവനായിട്ട് വരാൻ വേണ്ടി നാട് കീറി കൊടുത്താലേന്ന് പറഞ്ഞു. അതും കീറി കൊടുത്ത് അങ്ങനെ ആ പല്ലും വന്ന് ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ എല്ലാം കൊണ്ട് വേദന ഇപ്പൊ ഞമ്മക്ക്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പിന്നെയും നമുക്ക് പല്ലുവേദന ഇളക്കിയപ്പോ ഞാൻ പറഞ്ഞു ഇനി ഇമ്മ അതിൽ പരിപാടി ഒന്നും വേണ്ട, വേഗമാണ് പറിച്ചു ഒഴിവാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പോയി. അത് താഴത്തെ വലിയ പല്ലേനും ഒന്ന് നോക്കിയാണ്ട് പറിച്ചാണ്. അതോടാണ്ട് മാറി. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പൊന്നാരെന്തിയാളെ നേരത്തെ പല്ല് ഇനിയും വേദന ആവാൻ നിർത്തി. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, പഠിച്ചോനെ ഈ പല്ലൊക്കെ കൂടി കുത്തിയാക്കിയിട്ട് ഒന്നും വേണ്ട, ഇതൊന്നും വേണ്ട, കുടിച്ചും വേണ്ട, എന്നാ വേദന സഹിക്കും വേണ്ടല്ലോ എന്നറിഞ്ഞു ഉമ്മാനോട്. അപ്പൊ ഉമ്മ അറിഞ്ഞു ഏതായാലും ഇത്രത്തോളം ആയി ആ പല്ലോട് പറിച്ചാളേന്നറിഞ്ഞു. അങ്ങനെ ഞാൻ പോയി പല്ല് പറിച്ചാന്. അന്ന് എന്റെ കൂടെ എന്റെ അമ്മല്ലേനും എന്റെ ഏടത്തിനെ ഞാൻ കൊണ്ടുപോയത്. രണ്ട് മക്കളുണ്ട് ചെറിയറ്റിങ്ങള്. അതിൽ ഒരാളെ ഞാൻ കൊന്ന് ഒരാളെ പെരയിലാക്കി കൊടുത്ത്, രണ്ടാളും കൂടി ഒരാക്കി തല്ലിന്റെ പൂരാവും. പിന്നെ ഉമ്മക്ക് അതിനെക്കായും പ്രാന്താവും നോക്കിയിട്ട്. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചു കയറിയപ്പോ എന്താ താത്ത പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു പല്ല് വേനായിട്ടില്ല ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടാവുക, അല്ലാണ്ട് ഇപ്പൊ നിങ്ങളെ സുഖവിവരങ്ങളൊന്നും ചോദിക്കാൻ വേണ്ടി ഒന്നല്ലേ ഞങ്ങൾ വന്നിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ചിരിച്ച ഇത് ചിരിച്ചൊന്നും വേണ്ട, പെണ്ണാരെണ്ണി അയച്ച് നല്ലോണം പല്ല് വേദന ഉണ്ട്, അതോട് ഇപ്പൊ എന്ത് തീരുമാനം എടുക്കണമെന്ന്. അപ്പൊ അവൻ പറയാം റൂക്കനാല ചെയ്യാന്ന്. പൊന്നാരെണ്ണിയിലെ നിങ്ങളെ റൂക്കനാല് വേണ്ട, ഒരു റൂക്കനാലില് ചെയ്ത ക്ഷീണം ഞാൻ മാറിയിട്ടില്ല, അതുകൊണ്ട് കനാല് വേണ്ടട്ടോന്ന് പറഞ്ഞു. ഇജ് എന്തായാലും വേണ്ട എന്തെങ്കിലും കുണ്ടൊക്കെ എടുത്തിട്ട് ഇജ് ഇതാണ്ട് പറിച്ചു ഒഴിവാക്കി കളഞ്ഞാലേ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് വേറെ കാര്യം പറയാനുള്ളത്, ഈ പല്ല് ഡോക്ടർക്ക് പോകുമ്പോൾ ലാബ് റൂമിൽ പോണ ഒരു ഓർമ്മയാണ്. ലാബ് റൂമിൽ പോണത് പല്ല് ഡോക്ടർ പോണത് ഭയങ്കര പേടിയാണ്. എന്താണെന്നൊക്കെ അറിയില്ല, എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. നീ ഇന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ. അങ്ങനെ ഡോക്ടർ അറിയും ഇന്ന് ഏതായാലും നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കാണ് പറിച്ചു ഒഴിവാക്കാം, ഇവിടുത്തെ പല്ലാണ് എന്നറിയും. ഞാൻ പറഞ്ഞ മേലത്തെ പല്ലാണ് കേട്ടാന്ന് പറയും. അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവട്ടാ. ഞാൻ പറഞ്ഞു ഇതിന് മേലും എന്ത് ബുദ്ധിമുട്ടാണ് പറയാന്നറിയും. ഇതൊന്നും നോക്കണം, ഞാൻ നല്ല തൊള്ളാണ്ട് തുറന്നു തരാം, ആണ് പറിച്ചുടൂ നടക്കും. അങ്ങനെ പിന്നെ എന്റെ ഏടത്തിന്റെ കൂടെ വന്ന് അങ്ങനെ പറിച്ച് ഡോക്ടർ പറിച്ചിട്ടുണ്ട്. കിട്ടണ്ടേ മേലത്തെ വരിത്തെ പല്ലാണ്, അതോ ആ തറ്റത്തെ പല്ല്. ഡോക്ടർ 16 നോക്കിയിട്ട് നിന്റെ പല്ല് കിട്ടണ്ടേ. പല്ല് പറയാം എന്നെ പറിച്ചു ഒഴിവാക്കാൻ പറ്റൂല, പാത്തൂന്റെ തൊള്ളയിൽ ഞാൻ തന്നെ ഇവിടെ കിടക്കും, ഇന്നെ ഒഴിവാക്കണ്ടെന്നുണ്ട് പല്ലും. ഞാൻ തൊള്ളർന്ന് ഞാൻ മാനാറ് കെട്ടിനികളെ വേദന സഹിക്കാൻ വെച്ച. അതിന്റെ മുന്നുണ്ടല്ലോ നമ്മള് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു സൂചി അടിച്ചത്. ഒരിക്കൽ സൂചി അടിച്ച് ഇന്നോട് പുറത്തിരിക്കാൻ പറയാ തരിപ്പ് ആയ അങ്ങോട്ട് വരണട്ടോന്ന് പറഞ്ഞു. എനിക്കൊരു തരിപ്പിട്ട് വരുന്നുണ്ടാവും. ഞാൻ ഡോക്ടർ തന്നെ എനിക്ക് തരിപ്പായിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു തരിപ്പായിട്ടുണ്ടാകുന്നതുകൊണ്ട് കേറിയിട്ടാന്ന് പറഞ്ഞു. ഡോക്ടർ ഇന്നെ കയറ്റി കഴിയുമ്പോ കുസുനമ്മക്ക് എടുത്തപ്പോ ഡോക്ടർ വലിക്കാൻ നിൽക്കുക. പൊന്നാരം എന്റെ കുട്ടി അയച്ച് വേദന കിട്ടാ തരിപ്പായിട്ടില്ല. അങ്ങനെ ആയിട്ടാ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പിന്നെ സൂചി വെച്ചപ്പോ കുറച്ചൊക്കെ തയ്ച്ചിട്ടുണ്ട്. പല്ല് എടുക്കലും തുടങ്ങിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിച്ച് വലിച്ച് ഞാൻ അങ്ങോട്ട് പോവാ, ഡോക്ടർ ഇങ്ങോട്ട് വരിക. ഞാൻ സാപ്പൂന്ന് വരപ്പോ എന്റെ ഏർത്തി ചോദിക്കണം ആ ഒരു പല്ല് വരക്ക് എത്ര വേദന ആണോ. ഓക്ക് കമ്പിടാൻ വേണ്ടിട്ടേ നമ്മളെ വാർപ്പിന് കമ്പിടുന്ന പോലെ തന്നെ ഓളെ പല്ല് കുറെ കമ്പിട്ടിരിക്കണം. അപ്പൊ 4 സൈഡിൽ നിന്നൊക്കെ പല്ലൊക്കെ ചെറിയ ചെറിയ പല്ലൊക്കെ പറിച്ചിരിക്കണം. അത് വലിയ കുഴപ്പമൊന്നും ഇത് കട്ടപ്പല്ല് എടുക്കുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഡോക്ടർ അറിയാണ് ഇത് അടിയത്തെ പല്ലല്ല, നേരത്തെ പല്ലെടുക്കുമ്പോ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കേട്ടാന്നത്. പിന്നെ ഞാൻ ഒരു നോട്ടം നോക്കി. അപ്പൊ അതോടെ അവളെ പറച്ചിലാണ് നിന്ന്. ഓക്ക് മനസ്സിലാക്കി എനിക്ക് ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന്. പിന്നെ അവൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. അങ്ങനെ ഡോക്ടർ കുറെ നോക്കി ലാസ്റ്റ് ഡോക്ടർ കുഴങ്ങി. ഞാൻ ഇന്ന് തുറന്ന് ഞാനും കുഴങ്ങി എന്ന മട്ടത്തില് പഠിച്ചോനെ റബ്ബിലേ ഞാൻ ഒരാളും വിളിച്ചാത്തോരില്ല, വേറെ സഹിച്ചാൻ വെച്ചാ ഡോക്ടർ അങ്ങോട്ടും വലിച്ചു ഞാൻ ഇങ്ങോട്ടും വലിച്ചു. ലാസ്റ്റ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു പൊന്നാരഞ്ഞ ഡോക്ടറെ എന്റെ പല്ലെല്ലാം നിങ്ങൾ പറിച്ച് എന്റെ തല നിലല്ലോ പറിക്കണെന്ന് പറഞ്ഞു. പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാല് ഡോക്ടറെ പല്ല് പറിക്കുന്നതിനനുസരിച്ച് തല ആട്ടിയേ തല ഉണ്ട് ഇളക്കി ഞാൻ വിചാരിച്ചില്ല അബ്ബേ തലയും പോവോ പല്ലും പോവോന്ന് വിചാരിച്ചാല് ചെറും വരെ മുഴുവൻ വരെ എത്തൊക്കെ വരിക എനിക്ക്. ചുരുക്കി പറയാൻ എന്നോട് പറയാൻ ഏതായാലും എന്റെ പല്ല് പറിച്ചത് ഒരു കഷ്ണമാണ് കിട്ടിയത്, ബാക്കി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ ഇതേപോലെ വലിച്ചു തല ഇളക്കി ആകെ കട്ടക്കാലാക്കിയിട്ടുണ്ട്, പറിച്ചുകൊണ്ട് എടുത്ത് ഏതായാലും ഡോക്ടറിന്റെ പറിച്ചെടുത്തപ്പോ അൽഹംദുലില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഞാനും അൽഹംദുലില്ലാന്ന് പറഞ്ഞു. പഠിച്ചോനെ ഡോക്ടർ ഇത് കഴിഞ്ഞ സന്തോഷം ഞാനിത് അതിനേക്കാളും കഴിഞ്ഞ സന്തോഷത്തിൽ ഞാനും പറഞ്ഞു. അങ്ങനെ കുറെ ലോഡുള്ള പഞ്ഞാണെന്ന് അറച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മരുന്ന് തന്നിട്ടേ ഇനി നമ്മൾ ഇപ്പൊ ഒന്നും വരേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇനി ഏതായാലും പല്ല് പറിച്ച് ഇനി തൊള്ളയിലെത്തൂല്ലാന്നറിയും. ഞാൻ ഏതായാലും ഈ ഭാഗത്തേക്ക് വരുന്നില്ല എന്നറിയാം. ഞാൻ മരുന്നും മേടിച്ചിട്ട് പോന്നു. അപ്പൊ ഇതാണ് നമ്മളെ പല്ല് പറിച്ചാലുള്ള അവസ്ഥ. ഇന്നിട്ട് ഞാൻ പെരേക്ക് വന്നപ്പോ എന്റെ കുട്ടികളുണ്ടല്ലോ രണ്ടും ഒരേ പ്രായമാണ്. നിങ്ങൾ തൊള്ളിട്ടിട്ട് ഇതാക്കിയിട്ട് ഞാൻ എന്റെ പെരയിൽ തന്നെ ഈച്ചാണ് ഒരു മനുഷ്യന്മാരോട് വർത്താനം വരാൻ പറ്റുന്നില്ല, തുപ്പാൻ പറ്റുന്നില്ല, നേരെ ചോണൊന്നും തിന്നാനും പറ്റുന്നില്ല.
പല്ല് വേദന ഉണ്ട്, ആ പറിച്ചോടത്തുള്ള വേദന അതേപോലെ തലന്റെ ഉള്ളിൽ സഞ്ചാരം എടുത്തിട്ട് എനിക്ക് നിന്ന് ചാടാനൊക്കെ തോന്നുക. ചാടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വേദന വിചാരിച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത് 4-5 ദിവസം ഞാൻ എന്റെ പെരേ തന്നെയാണ്. ഇപ്പൊ ആലോചിക്കണക്ക് ഇപ്പൊ പല്ലുവേദന വന്നപ്പോ കഴിഞ്ഞു പോയതൊക്കെ എനിക്ക് ആലോചിക്കണത് ഇനി ഇതേപോലത്തെ അവസ്ഥയിലാണോ ഇനി ഞാൻ നടക്കണമെന്ന് വിചാരിച്ചേന്. അപ്പൊ പെരുന്നാൾ കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തായാലും പല്ല് ഡോക്ടറെ പോകണം. നീ ഈ പല്ലിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഡോക്ടറോടൊന്ന് ചോദിക്കണം. ഏതാ ഇനി പറിച്ചൂല, പറിച്ച് തൊള്ളയൊത്തു പല്ല് ഇല്ലാതായിക്കണം. ഒരു കോഴിന്റെ കാല് നിന്നണെങ്കിലേ പല്ല് വേണം, അതുകൊണ്ട് പറിച്ചൂല. നീ എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ ഡോക്ടറോടൊന്ന് ചോദിക്കണം. എല്ലാവർക്കും പല്ലിന്റെ ഉള്ളിലാണ് പൊത്ത് വരിക, എനിക്കൊരു സൈഡിലാണ് വന്നിക്കണത്. വനാരണ്യയിലെ സമാധാനം പോയ ദിവസങ്ങളില്ല എനിക്ക്. ഇപ്പൊ ഞാൻ കട്ടക്കാലം പിടിച്ചവർക്ക് എന്നും കട്ടക്കാലം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇച്ചിപ്പോ അതാ തുടങ്ങിയിരിക്കണത്. ഏതായാലും ഇതിപ്പോ ഇനി പല്ല് പറിച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പല്ല് പറിച്ചതിന്റെ ഒരു കഥ ആയിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാ മക്കളെ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ടട്ടാ. എന്റെ അനുഭവം എന്നൊക്കെ പറഞ്ഞു തരുന്നത് വേറെ ഒന്നുമില്ല. മകനാരണ്യയിലെ പ്രസവാടിക്ക് പോണ പെണ്ണുങ്ങളെ കണ്ടിട്ടാന്നുള്ളത് അതേപോലത്തെ അവസ്ഥയിലാണ് ഞാൻ പല്ല് ഡോക്ടർക്ക് പോണത്. എത്താ എനിക്കറിയില്ല, എനിക്ക് മാത്രമാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ കമന്റ് ഇടാന്നത് മറക്കണ്ട. ഒന്നും കൂടി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത്ര തന്നെയുള്ള നമ്മുടെ വീഡിയോ. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ എന്നും പറഞ്ഞപ്പോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ടി, പിന്നെ പാത്തൂന് ഇഷ്ടമുള്ളവരൊക്കെ ലൈക്കും ചെയ്തോണ്ടി. പോണ പോക്കില് നമുക്ക് കുറെ ആൾക്കാർ ലൈക്ക് ചെയ്യാതാണ് പോകുന്നത്. ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പോവാണ്. അപ്പൊ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനാക്കാൻ നിൽക്കേണ്ട, വേണ്ട ലൈക്ക് അടിച്ചോളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.